എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഒക്കാഗാരി ആയിരിക്കും കാണിക്കുക. ആളുടെ കയ്യില് ഒരു പേപ്പർ ഉണ്ട്. യാമുട്ടോ സെൻസായും നറൂട്ടോയും ടീമും എല്ലാവരും ചേർന്ന് ഒരു സ്പൈ മിഷന് പോയിരിക്കുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് ഇത്തവണയും ഒറോച്ചിമാറു രക്ഷപ്പെട്ടു എന്നായിരിക്കും ആ ഒരു പേപ്പറിലുള്ള മെസ്സേജ്. ഒക്കാഗാൻഡി ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയി അങ്ങനെ ഇരിക്കുമ്പോ അസിസ്റ്റന്റ് ചേച്ചി അവിടേക്ക് ഓടിയെത്തും. അവള് പറയും കൊനഹമാരു അവന്റെ ചക്ര പവർ കൊണ്ട് തന്നെ കൈ മുഴുവൻ ഡാമേജ് ആയി ഹോസ്പിറ്റലിൽ വന്നിരുന്നു. നറൂട്ടോ അവന് റെസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ചക്ര പവറിൽ അവന്റെ കൈ ഡാമേജ് ആയത്. അത് കേട്ട് ഹൊക്കാഗെ ആള് ഷോക്കാവും. ആള് വണ്ടർ അടിച്ചു പറയും, വാവ്, അത് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കെന്താ തോന്നുന്നേ കൊനഹമാരു അവൻ റെസൻഗൺ പവറിൽ ഒരു മാസ്റ്റർ ആവോ? അത് കേട്ട് അസിസ്റ്റന്റ് ചേച്ചി അവള് ചോദിക്കും, ഇത് വെറും തമാശയായിട്ടാണോ നിങ്ങൾ കാണുന്നേ? അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് കൊനഹമാരുവിനെയും അവന്റെ ഫ്രണ്ട്സിനെയും കാണിക്കും. ഇത്തവണ കൊനഹമാരു ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രെയിനിങ് എടുത്ത് ആ ഒരു റബ്ബർ ബോള് അത് കറക്റ്റ് ആയിട്ട് പൊട്ടിക്കും. കൊനഹമാരു ആണെങ്കിൽ ഹാപ്പിയായി കുട്ടപ്പനെ തേടി അവന്റെ അടുത്തേക്ക് വരും. പക്ഷെ അപ്പോഴായിരിക്കും സാക്ഷാൽ നറൂട്ടോ അവന്റെ റെസൻഗൺ ഷൂരിംഗൻ ട്രെയിനിങ് എടുക്കുന്നത് അവര് കാണാം. കൊനഹമാരും ഫ്രണ്ട്സും ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. കൊനഹമാരു ചോദിക്കും, ലാസ്റ്റ് മിഷനിൽ നിങ്ങൾ തോറ്റുപോയല്ലേ? പക്ഷെ കുഴപ്പമില്ല, ഉറപ്പായിട്ടും നിങ്ങൾക്കിതിൽ ജയിക്കാൻ കഴിയും. നിങ്ങൾക്ക് മാത്രമേ അതിൽ ജയിക്കാൻ കഴിയൂ. അതിന് കുട്ടപ്പൻ അവൻ ചിരിക്കും. കുട്ടപ്പൻ പറയും, ആക്ച്വലി ഒറോച്ചിമാറുവിന്റെ ഹൈഡൌട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. ഒരുപാട് കാലത്തിന് ശേഷം സാസുകയെയും ഞങ്ങൾ നേരിട്ട് കണ്ടു. പക്ഷെ എന്താ, അവൻ ഞങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നുപോയി. ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ ഞങ്ങളെ തട്ടിത്തെറിപ്പിച്ച് അവൻ ദൂരേക്ക് പോയി. പക്ഷെ ഉറപ്പായിട്ടും ഞാൻ അവനെ തിരികെ പിടിക്കും. അതിനുവേണ്ടിയാണ് കഷ്ടപ്പെട്ട് ഞാൻ ഈ ട്രെയിനിങ്ങുകളെല്ലാം തന്നെ എടുക്കുന്നത്. നറൂട്ടോ ചോദിക്കും, കൊനഹമാരു നിന്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെ പോകുന്നു? അത് കേൾക്കേണ്ട താമസം ഭയങ്കര ആവേശത്തില് ഇപ്പൊ കൊനഹമാരു അവൻ ബാബു എന്ന് നിലവിളിച്ച് ആ ഒരു വലിയ റബ്ബർ ബോള് രണ്ടായി വെട്ടിത്തെറിപ്പിച്ച് കുട്ടപ്പന് കാണിച്ചു കൊടുക്കും. അത് കണ്ട് യാമുട്ടോ സെൻസായും കാക്കാഷി സെൻസായും അവർ രണ്ടുപേരും ഷോക്കായി നിൽക്കും. ഇവിടെ എന്താ നടക്കണെന്ന് പറഞ്ഞ് അവർ പരസ്പരം നോക്കും. അതേസമയം കൊനഹമാരു അവൻ ഒരുപാട് ഹാപ്പിയായി നറൂട്ടോട് ചോദിക്കും, എങ്ങനെയുണ്ട് ബിഗ് ബ്രദർ എന്റെ ഈ ഒരു പെർഫോമൻസ്? അതിന് നറൂട്ടോ പറയും, നിന്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ നീ എന്തിനാ ഓരോ തവണ ട്രെയിനിങ് എടുക്കുമ്പോഴും ഈ സെക്സി ജിപ്സു അത് ഉപയോഗിക്കുന്നേ? അതാണ് എനിക്കൊന്നും പിടികിട്ടാത്തത്. അപ്പോഴായിരിക്കും കൊനഹമാരു പറയാ, ഈ ഒരു സെക്സി ജിപ്സു അത് ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് എന്നെ ഫുൾ പവർ എൻഹാൻസ് ചെയ്ത് ഇത് പൊട്ടിക്കാനായിട്ട് സാധിക്കൂ. ഇനി അടുത്ത സ്റ്റെപ്പ് അത് എത്രയും പെട്ടെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. എനിക്കിത് വേഗം തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അടുത്തതായിട്ട് നറൂട്ടോ അവന്റെ ഒരു ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യും. അത് കണ്ട് കൊനഹമാരു അവൻ ഒരുപാട് വിഷമത്തില് തല താഴ്ത്തി നറൂട്ടോട് പറയും, എനിക്ക് ഷാഡോ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല. നറൂട്ടോ പറയും, ഊവാ എന്ന ഒച്ചത്തിൽ നിലവിളിച്ച് നിന്റെ സ്ട്രെങ്ത് റിലീസ് ചെയ്താ ഉറപ്പായിട്ടും നിന്റെ ക്ലൗൺ ക്രിയേറ്റ് ആവും. അതിന് കൊനഹമാരു അവൻ പറയും, നിങ്ങളുടെ കൂടെ തന്നെ ഞാനും ഇപ്പൊ ട്രെയിനിങ് എടുക്കാൻ പോവാണ്. നറൂട്ടോ, നീ റെസൻഗൺ ഷൂരിംഗൻ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ എന്റെ ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്തിരിക്കും. ഇതെന്റെ ചലഞ്ച് ആണെന്നും പറഞ്ഞ് ഇപ്പൊ കൊനഹമാരു അവൻ വീണ്ടും കാട്ടിലേക്ക് വന്ന് ട്രെയിനിങ് എടുക്കും. അവൻ ഒരുപാട് സ്ട്രെങ്ത് എടുത്ത് മുക്കിയും ഞെരങ്ങിയും ഒക്കെ തന്നെ അവന്റെ ഷാഡോ ക്ലൗഡിനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ എന്താ, കാറ്റ് മാത്രമായിരിക്കും പുറത്തേക്ക് വരിക. അവൻ ദയനീയമായി പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് നറൂട്ടോയും അവന്റെ ട്രെയിനിങ് ഗംഭീരമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകും. ഇവിടെ കൊനഹമാരു ആണെങ്കിൽ ഒരുപാട് ട്രെയിനിങ് എടുത്ത് തളർന്ന് താഴേക്ക് വീഴും. ഉടനെ അവന്റെ ഫ്രണ്ട്സ് രണ്ടുപേരും ഇപ്പൊ സാക്കുരയുടെ അടുത്തേക്ക് വരും. അവർ സാക്കുരയോട് ചോദിക്കും, നീ നറൂട്ടോയ്ക്ക് ഒരു ഫുഡ് പില്ല് ഉണ്ടാക്കി കൊടുത്തില്ലേ? അതുപോലുള്ള കുറച്ച് ഫുഡ് പില്ല് ഞങ്ങൾ കൂടെ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? അതിനവള് ചോദിക്കും, നിങ്ങൾക്കിപ്പോ എന്തിനാ ഫുഡ് പില്ല്? അവര് പറയും, കൊനഹമാരു അവൻ ട്രെയിനിങ് എടുത്ത് തളർന്നു വീണു, സോ എത്രയും പെട്ടെന്ന് അവനത് കൊടുക്കണം. അങ്ങനെ ഒരു കാര്യമായിട്ട് അകത്തേക്ക് പോയി ആ ഒരു ഫുഡ് പിൽസ് അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഉടനെ കൊനഹമാരുവിന്റെ ഫ്രണ്ട്സ് അവര് പറയും, കൊനഹമാരു അവൻ റൈവലായി കണ്ടിരിക്കുന്നത് നറൂട്ടോയെയാണ്. അവൻ വലുതാവുമ്പോ നറൂട്ടോയെ പോലെ ഒരാളായി മാറണം എന്നാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കട്ട് ചെയ്താ ഇപ്പൊ നറൂട്ടോയും കൊനഹമാരുവും അവർ രണ്ടുപേരും ഒരുപാട് നേരം ട്രെയിനിങ് ഒക്കെ എടുത്ത് തളർന്ന് വീണ് കിടക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കൊനഹമാരുവിന്റെ ഫ്രണ്ട്സ് അവന് ഫുഡ് പിൽസ് കൊടുക്കും. ഫുഡ് പിൽസ് ഒക്കെ കഴിച്ച് ഉഷാറായിട്ട് കൊനഹമാരു അവനിപ്പോ അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യും. അതേസമയം കുട്ടപ്പൻ അവൻ ആ ഒരു വലിയ വെള്ളച്ചാട്ടം അതിനെയും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. നറൂട്ടോ ഇപ്പോ കൊനഹമാരുവിന്റെ അടുത്തേക്ക് വരും. നറൂട്ടോ പറയും, ഞാനാണ് ഫസ്റ്റ് എന്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തത്. അതിന് കൊനഹമാരു അടിച്ചു പറയും, അടുത്ത ബെറ്റില്
ഞാൻ തന്നെ ജയിക്കും. അത് കേട്ട് നറൂട്ടോ ചിരിക്കും. കൊനഹമാരുവിനും ഒരുപാട് സന്തോഷമായി അവിടുന്ന് അങ്ങനെ കടന്നു പോകും. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗെ ആന്റി ആൾക്ക് ദിവസങ്ങൾ കഴിയുന്തോറും ആളുടെ ടെൻഷൻ കൂടി വരും. അക്കാസ്കെ ടീമിനെ ഓർത്ത് ആൾക്ക് തല വേദനിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്താ നറൂട്ടോ അവൻ വീണ്ടും അവന്റെ ഫുൾ പവർ എടുത്ത് റസൻഗൺ ഷുരീങ്കൻ ട്രെയിനിങ് അത് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കൊനഹമാരും ടീമും അവരാണെങ്കിൽ നറൂട്ടോയെ കുറിച്ച് കാര്യമായിട്ട് എന്തൊക്കെയോ പറയാണ്. അപ്പോഴായിരിക്കും ഈസുമ സെൻസായി ആള് കൊനഹമാരും ടീമിന്റെ അടുത്തേക്ക് ഒന്ന് പറയാ, ആസുമ സെൻസായി ആള് കൊല്ലപ്പെട്ടു. അത് കേട്ടവര് അങ്ങനെ ഷോക്കായി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ആസുമ സെൻസായുടെ ഫ്യൂണറൽ ചടങ്ങ് നടക്കുകയാണ്. എല്ലാവരും പൂക്കളും ദ്വീപങ്ങളൊക്കെ കത്തിച്ചു വെച്ച് ആളുടെ മുൻപിൽ ഒത്തിരി വിഷമത്തോടെ അങ്ങനെ നിൽക്കും. കൊനഹമാരുവിനാണെങ്കിൽ അവന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ പൊട്ടിക്കരയും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് നറൂട്ടോയെ കാണിക്കും. നറൂട്ടോ ആണെങ്കിൽ ഫുൾ കലിപ്പില് ആരോടൊക്കെയുള്ള ദേഷ്യം അതങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയാണ്. കൊനഹമാരുവിനാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പിടികിട്ടും ആസുമ സെൻസായി ആള് മരിക്കാൻ കാരണക്കാരായവരെ ഒരിക്കലും നറൂട്ടോ വെറുതെ വിടില്ല എന്ന്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊനഹമാരു ടീമും അവർ ഫുൾ കലിപ്പില് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. കൊനഹമാരു പറയും, എന്തൊക്കെയാണെങ്കിലും ഞാനും ഇഷ്ടം പോലെ ട്രെയിനിങ് എടുത്ത് കഷ്ടപ്പെട്ട് എന്റെ ബിഗ് ബ്രദർ നറൂട്ടോയുടെ മുകളിലെത്തും. ഇതെന്റെ വാക്കാണെന്ന് പറഞ്ഞ് അവനിപ്പോ വീണ്ടും ട്രെയിനിങ് എടുക്കും. അതേസമയം നറൂട്ടോ അവൻ ആ റസൻഗൺ ഷുരീങ്കൻ ഉപയോഗിച്ച് സാക്ഷാൽ ഹീഡനെ അങ്ങനെ തല്ലിക്കൊല്ലുകയാണ്. നറൂട്ടോ അവന്റെ മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരികെ വീട്ടിലേക്ക് എത്തും. അപ്പോഴായിരിക്കും സാക്ഷാൽ കൊനഹമാരു അവൻ വളരെ ഈസിയായി അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പന്റെ മുൻപിലേക്ക് വരിക. കുട്ടപ്പനാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി അവൻ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കാൻ വീണ്ടും കാട്ടിലേക്ക് പോവും. കുട്ടപ്പൻ അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് കുട്ടപ്പനും ക്ലൗണും അവർ രണ്ടുപേരും ചേർന്ന് റസൻഗൺ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതുപോലെ തന്നെ ഇവിടെ കൊനഹമാരും കുട്ടപ്പൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അവനും ചെയ്യും. അപ്പ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ലോങ് ഷോട്ടിലായിട്ട് സാക്ഷാൽ ഹൊക്കാഗെ ആന്റിയും അസിസ്റ്റന്റ് ചേച്ചിയും അവർ രണ്ടുപേരും ഇവർ ചെയ്യുന്നതൊക്കെ നോക്കി അങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുകയാണ്. ഹൊക്കാഗെ ആന്റി ചോദിക്കും, റസൻഗൺ ക്രിയേറ്റ് ചെയ്യാൻ ഒരേ ഒരാളുടെ ആവശ്യമുള്ളൂ, ഇതെന്തിനാ ഇവൻ എക്സ്ട്രാ ഒരു ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? അത് കേട്ട് അസിസ്റ്റന്റ് ചേച്ചി ചിരിക്കും. ആള് പറയും, ഇത് നറൂട്ടോ ആണ് അവന്റെ മാസ്റ്റർ. എന്തെങ്കിലും ഒന്ന് മനസ്സിൽ കാണാതെ ഒരിക്കലും നറൂട്ടോ അങ്ങനെ ഒരു മൂവ് മുൻപോട്ട് വെക്കില്ല. കട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം നറൂട്ടോ അവനിപ്പോ സേജ് ജിപ്സു ട്രെയിനിങ് എടുക്കാൻ മൗണ്ട് എംബാക്കുവിലേക്ക് പോവാൻ തയ്യാറെടുക്കുകയാണ്. ആ വാർത്ത അറിഞ്ഞ് കൊനഹമാരു അവൻ ഷോക്കായി നറൂട്ടോയുടെ അടുത്തേക്ക് ഓടിയെത്തും. നറൂട്ടോ മാസ്റ്റർ, നിങ്ങള് ട്രെയിനിങ് എടുക്കാൻ എംബാക്കുവിലേക്ക് പോവാണോ? ഞാൻ ഇതുവരെ എന്റെ റസൻഗൺ പവർ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിനു മുൻപ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിന് നറൂട്ടോ പറയും, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇത്രയും ഡിലേ ആക്കിയത് നീയാണ്. നീ സ്പീഡിൽ ട്രെയിനിങ് എടുക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് ഇതിനോടകം അത് പഠിച്ചെടുക്കാൻ കഴിയുമായിരുന്നു. ഉടനെ നറൂട്ടോ ഇപ്പൊ അവന്റെ ചെവിയിൽ ഒരു കാര്യം പറയും, എന്റെ കയ്യിലുള്ള ആ ഒരു വലിയ ട്രഷർ അതാരുടെ ശ്രദ്ധയിൽ പെടാതെ നീ വേണം സൂക്ഷിക്കാൻ. അത് കേട്ട് കൊനഹമാരു അവൻ പറയും, ഞാൻ തീർച്ചയായിട്ടും മൈ ബിഗ് ബ്രദർ നറൂട്ടോ നിങ്ങൾ വരുന്നത് വരെ അത് പ്രൊട്ടക്ട് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ നറൂട്ടോ അവൻ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് സേജ് ജിപ്സു അത് പഠിക്കാനായി എംബാക്കുവിലേക്ക് പോയി ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം നറൂട്ടോ അവൻ ആ സേജ് ജിപ്സുവില് മാസ്റ്റർ ആവും. അതേസമയം കൊനഹമാരു അവനിപ്പോ നറൂട്ടോയുടെ വീട്ടിലേക്ക് വന്ന് അവന്റെ പഴയ ഡ്രസ്സ് അതും എടുത്ത് അവന്റെ വീട്ടിലേക്ക് പോവും. പിന്നീട് വീണ്ടും ആ റസൻഗൺ പവറിന്റെ ട്രെയിനിങ് അത് എടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അവൻ ഉഷാറായിട്ട് ട്രെയിനിങ് എടുക്കുമ്പോഴായിരിക്കും ഗ്രാമത്തിൽ നിന്ന് വലിയൊരു ശബ്ദം കേൾക്കുക. ഗ്രാമത്തിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അവർക്ക് പിടികിട്ടും ഗ്രാമത്തിനെ ആരൊക്കെയോ ചേർന്ന് അറ്റാക്ക് ചെയ്യാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ പെയിനും അവന്റെ ടീംസും. കൊനഹമാരും ആണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിനെ ഓരോരുത്തരായിട്ട് അവിടേക്ക് തിരിച്ചയക്കും. എന്നിട്ട് അവൻ വീണ്ടും എങ്ങനെയെങ്കിലും അവന്റെ ട്രെയിനിങ് അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും. ട്രെയിനിങ്ങിന്റെ അവസാനം കൊനഹമാരും ഇപ്പൊ ബാറ്റിൽ ഫീൽഡിലേക്ക് എത്തും. അവിടെ എത്തുമ്പോ കൊനഹമാരു കാണുക അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ABC സെൻസായിയെ പെയിൻ അവൻ എടുത്തിട്ടിടിക്കുകയാണ്. അടുത്ത സെക്കൻഡ് കൊനഹമാരു അവനവന്റെ റസൻഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്ത് ചാട്ടി അങ്ങോട്ട് വീഴും. ABC സെൻസായി ആണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. പക്ഷെ കൊനഹമാരു അവനവന്റെ റസൻഗൺ എടുത്ത് ആ ഒരു പെയിന്റെ നെഞ്ചത്ത് ആഞ്ഞടിക്കും. കൊനഹമാരുവിന്റെ അറ്റാക്കില് ആ ഒരു പെയിൻ അവിടെ മരിച്ചു പോവാണ്. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നറൂട്ടോ അവൻ ലീഫ് വില്ലേജിനെ മുഴുവൻ പ്രൊട്ടക്ട് ചെയ്ത് ലീഫ് വില്ലേജിന്റെ തന്നെ ഹീറോ ആയിട്ട് മാറും. അപ്പൊ കൊനഹമാരു അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. നറൂട്ടോയ്ക്കാണെങ്കിൽ കൊനഹമാരു കാണുമ്പോ ഒരുപാട് അഭിമാനം തോന്നും. എനിക്ക് നിന്നെ കാണുമ്പോ ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നു. കാരണം ഇത്രയും ചെറിയ നീയെ
ഒരു പെയിനെ ഒറ്റയ്ക്ക് കൊന്നു കളഞ്ഞു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ പവർ അത് ശരിക്കും അട്ടിപ്പൊളിയാണ്. ഉടനെ കൊനഹമാരു നറൂട്ടോയുടെ കൈ പിടിച്ച് വലിച്ച് അവിടുന്ന് എവിടേക്കോ ഓടുകയാണ്. അവനിപ്പോ നറൂട്ടോയും കൂട്ടി ഒരു പ്രത്യേക ഹൈഡ് ഔട്ടിലേക്ക് വരും. അതിനുശേഷം ഒരു പെട്ടി തുറന്ന് നറൂട്ടോയെ കാണിക്കും. അത് കണ്ട നറൂട്ടോ അവൻ ഷോക്കായി പോവും. കാരണം നറൂട്ടോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ ഡ്രസ്സ്, ഹെഡ് ബാൻഡ് എന്നിങ്ങനെ കൊച്ചു കൊച്ചു സാധനങ്ങൾ അവൻ സേഫായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അത് കണ്ട് നറൂട്ടോ ഒരുപാട് ഹാപ്പിയായി അവന് കൈ കൊടുക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വിബിസോ.